ഹലോ, എന്താണ് എല്ലാവരും ഈവനിങ് വിശേഷങ്ങളൊക്കെ? ചായയൊക്കെ കുടിച്ചോ? അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിന് മുന്നിൽ ഇതാ ചെറിയൊരു തോടും പുഴയൊക്കെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 3-4 ദിവസം മഴയൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം ഇങ്ങനെ ഉറവ ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു അതിര് കല്ലുണ്ട്, അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ 2-3 ദിവസമായിട്ട് എല്ലായിടത്തും മഴയും കാറ്റും ഒക്കെ തന്നെ ആയിരിക്കുമല്ലേ. ഇവിടെയും നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ പറ്റ പോയിട്ടുണ്ട്. നമ്മൾ പഴുക്കാനായ തക്കാളിയൊക്കെ താഴെ വീണു കേട്ടോ. ഉള്ള തക്കാളി മൊത്തം താഴെ വീണിട്ടുണ്ട്. അടുത്ത കാറ്റിന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സപ്പോർട്ട് കൊടുത്തിട്ട് ആളെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വീഴല്ലേ നോക്കാം. എന്തായാലും ഇതുവരെ ഉണ്ടായ തക്കാളിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. എന്നാലും തക്കാളി മരം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കായ്ക്കുമല്ലോ. പിന്നെ നമ്മൾ കുറേ ആഴ്ചകൾക്ക് മുന്നേ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് നമ്മൾ കുറേ 10 മണിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതിപ്പോൾ കാണാൻ ഒരു രസമല്ല കേട്ടോ. വളർന്നിങ്ങനെ ചട്ടി നിറഞ്ഞ് പൂവൊന്നും അധികം വരുന്നില്ല. അപ്പം ഞാൻ കുറേ ദിവസമായി അതിങ്ങനെ പറിച്ച് കളയണം എന്ന് വിചാരിക്കണം. അപ്പം അതിലേക്ക് നടാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചെടി കിട്ടിയിട്ട് അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഇതിനെന്തോ ഒരു പേരുണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല. ആ പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നട്ട് നമ്മുടെ 10 മണി നമ്മൾ തൽക്കാലം അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ ആ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കല്ല് നമ്മൾ പുഴയിൽ നിന്ന് പെറുക്കിയെടുത്താണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്നൊരു തോന്നിയതാണ് കേട്ടോ, കല്ല് ഇങ്ങനെ നിരത്തി ഇട്ടാൽ ഭംഗി ഉണ്ടാവുമെന്ന്. പക്ഷേ ഇട്ടപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിടുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. എന്തായാലും 2-3 ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റിനൊക്കെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. നമ്മൾ കളഞ്ഞ 10 മണി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അന്നക്കുട്ടി അത് എടുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു നനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ഉള്ളിൽ കയറിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.